തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല മുൻ മന്ത്രി എൻ ശക്തന് പാലോട് രവി രാജിവെച്ച ഒഴിവിനെ തുടർന്നാണ് എൻ ശക്തന് താൽക്കാലിക ചുമതല നൽകിയത്. കൂടുതൽ വിവരങ്ങൾ TS ഹരികൃഷ്ണൻ നൽകും. ഹരി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പിന്നാലെ DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി രാജിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ ആരാകും പാലോട് രവിക്ക് പകരമായി DCC പ്രസിഡന്റ് എത്തുക എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ പട്ടിക അടുത്ത ആഴ്ച വരാനിരിക്കെയാണ് എൻ ശക്തന് താൽക്കാലിക ചുമതല നൽകി ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത്. എൻ ശക്തൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പുതിയൊരു KPCC പ്രസിഡന്റ് വരുന്നതുവരെ എൻ ശക്തനായിരിക്കും ഇനി തിരുവനന്തപുരം ജില്ലയിലെ DCC അധ്യക്ഷനായി തുടരുക. പുതിയൊരു DCC പ്രസിഡന്റ് വരുന്നവരെ എൻ ശക്തൻ DCC പ്രസിഡന്റായി തിരുവനന്തപുരം ജില്ലയിൽ തുടരും. നിലവിൽ K ശബരിനാഥൻ, VS ശിവകുമാർ, ചെമ്പഴന്തി അനിൽ തുടങ്ങിയവരുടെ പേരുകൾ സജീവമായി പരിഗണിച്ചിരുന്നു. പക്ഷെ അതൊന്നുമല്ല, താൽക്കാലിക ചുമതല എൻ ശക്തൻ നൽകിയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് അറിയിച്ചിരിക്കുന്നത്.